അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ ചിക്കൻ കബ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമുള്ളത് ബസ്മതി റൈസ്, സെല്ലയുടെ ബസ്മതി റൈസ്, ലോങ് റൈസാണ്. അത് അരമണിക്കൂർ കുതിർത്തി വെക്കണം. ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്കിന്നോടുള്ള ചിക്കൻ, ഒരു ചിക്കനെ ഞാൻ 8 പീസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 5 or 6 പീസാക്കി എടുക്കാം. ഞാൻ എന്തായാലും 8 പീസാക്കി എടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടിയിട്ട്. വലിയൊരു പോട്ട് വെച്ച് അതിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് അതിൽ ഗ്രാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ്, കുരുമുളകിൻ്റെ സീഡ് എല്ലാം 4 എടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ സീഡ് 10 എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 10 or 15 കൂട്ടിയെടുക്കാം. വലിയൊരു സവാള അത് സ്ലൈസായി ചെയ്ത് അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഗോൾഡൻ കളറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായി കിട്ടണം, ഗോൾഡൻ കളറ്. നല്ലോണം മുരിഞ്ഞു പോരുത്, ഈ ഒരു കളറായി കിട്ടിയാൽ മതി. അതിനുശേഷം 4 വലിയ തക്കാളി പേസ്റ്റ് വേവിക്കുന്നു വേണ്ട, ഡയറക്റ്റ് തന്നെ ഞങ്ങൾക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. നല്ല പഴുത്ത തക്കാളി തന്നെ ആയിരിക്കണേ. അത് നന്നായി അത് എണ്ണ തെളിയുന്നത് വരെ ഞങ്ങൾക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് അടുത്ത സാധനം ഇടാൻ പറ്റും. എണ്ണ തെളിഞ്ഞ് കിട്ടണേ. അപ്പം ഞങ്ങൾക്ക് ലിഡ് വെക്കാം. എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് അടുത്ത ഐറ്റംസ് ഇടാം. ഞങ്ങളെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഇതായിട്ട് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞങ്ങൾ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും മുഴുവനായി ചേർത്ത് കൊടുക്കാം. നല്ല വിട്ട് തന്നെ വെച്ച് കൊടുക്കണേ. അതാ വലിയ പോട്ട് വെക്കണം, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ടൊമാറ്റോ ഉള്ളിയെല്ലാം ആക്കി നല്ല ചിക്കൻ്റെ മുകളിലാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞങ്ങൾക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ചിക്കന് അത് മറന്നു പോരുത്. പിന്നെ ഒരു സൈഡ് തന്നെ ഇതായിപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്, ഒരു ഹാഫ് ബോയിൽ ആകുന്നത് വരെ ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഹാഫ് ബോയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല വെന്ത് പോരുത്, ഹാഫ് ബോയിൽ ആവണ്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അരിയൊക്കെ ഇടേണ്ടതല്ലേ. ഈ ഒരു ഇതായി കിട്ടിയാൽ മതി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം 5 ഗ്ലാസ് അരിക്കുന്ന 10 ഗ്ലാസ് വെള്ളമാണ്. ചൂടുവെള്ളം തന്നെ ആയിരിക്കണം, അതൊന്നും മിസ്സായി പോരുത്. വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഡ്രൈ ലെമൺ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നില്ല. 2 ഡ്രൈ ലെമൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ സമയത്ത് കറക്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കബ്സ മസാല അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം. എല്ലാ സൂപ്പർ മാർക്കറ്റും അതും അവൈലബിൾ ആണ്. ചേർത്ത് കൊടുക്കാതെ ഞാൻ ആക്കാറുണ്ട്. പിന്നെ കൂടുതൽ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇല്ലാന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാക്കാതിരിക്കരുത്. അതും ചേർത്ത് ഉപ്പെല്ലാം ചേർത്ത് മിക്സാക്കി ഒന്ന് തിള വരുന്ന ശേഷം ഞങ്ങൾക്ക് അരി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് എന്തായാലും ഉപ്പ് നോക്കണേ. ഞങ്ങൾ നേരത്തെ കുതിർത്തി വെച്ച അരി ഉണ്ടല്ലോ, അത് വെള്ളമൊക്കെ വാർത്ത് അരിയും ചേർത്ത് അരി കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങൾ കഴുകിയ ശേഷം കുതിർത്താൻ പറ്റും. അതിനുശേഷം കഴുകിയാൽ അരി പൊട്ടിപ്പോവും. അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് എന്താ വെച്ചാൽ ലോങ് റൈസ് എന്ന് എടുത്ത് പറയുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ. അപ്പം മിക്സ് ചെയ്ത് ഈ ഒരു സമയത്തിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്നാവുന്ന ഒരു റൈസാണ്. ഗസ്റ്റ് വരുന്നത് കേട്ടുമ്പോൾ ഉണ്ടാക്കാം, അത്രയും പെട്ടെന്നായി കിട്ടും. കുറച്ചൊന്ന് വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1 കപ്പ് ക്യാപ്സിക്കം, മീഡിയം സൈസ് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് ക്യാരറ്റ്, 2 ക്യാരറ്റ് ഉണ്ടാവും എന്തായാലും. ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ ചോറിൻ്റെ ഇടയിൽ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊന്നും മിസ്സാക്കരുത്. ഇതെല്ലാം നല്ല ടേസ്റ്റ് ആണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് നമ്മൾ റൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് ഇത് ദമ്മിട്ടാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. വെള്ളമൊക്കെ നല്ല വറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ദമ്മിടുന്നത്. അത് ഒരു 5 മിനിറ്റ് വെക്കണ്ടുള്ളൂ. നിങ്ങൾക്ക് അതിനും സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് സാരമൊന്നുമില്ല. ഇത് നോക്കി നല്ല അടിപൊളി റൈസായി കിട്ടിയിട്ടുണ്ട്. സൂപ്പറാണ്. ഇതാ ഞങ്ങളുടെ ചോറ് അടിപൊളിയായിട്ട് ഇട്ടിട്ട് നല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് കാണാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒന്നും വേണ്ട, ഇതിന് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും വേണ്ടല്ലോ. പിന്നെ അതിൻ്റെ ടൊമാറ്റോ സോസും തക്കാളി ചട്നിയും ചോറും ചിക്കനും ഒരു പിടുത്തം പിടിച്ച നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയിൽ വരുന്നവർക്കും ബായ്.